അതീവ ദുഷ്കരമായിട്ടാണ് ചാലിയാറിൻ്റെ തീരത്ത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി ഈ പുഴ കടത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അല്പസമയം മുൻപ് ഈ മൃതദേഹം അതിസാഹസികമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ടീമും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ മൃതദേഹം കടത്തിക്കൊണ്ടുവന്നത്. ചങ്ങാടത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് ചങ്ങാടം ചാലിയാറിലൂടെ ഒഴുകിപ്പോയി അതിസാഹസികമായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് ആ ചങ്ങാടത്തിൽ നിന്ന് ജീവൻ പോലും പണയം വെച്ച് രണ്ടുപേർ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് എടുത്തു ചാടിയാണ്. കരയിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ തന്നെ പുഴയിലേക്ക് എടുത്തു ചാടി കയറിട്ടാണ് ചങ്ങാടം വലിച്ച് ഈ കരയിലേക്ക് കയറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വെള്ളത്തിലേക്ക് എടുത്തു ചാടി രണ്ടുപേരുണ്ടായിരുന്നല്ലോ, അവരാരൊക്കെയാ? ഫാരിസ്. വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ. പ്ലാന്റേഷൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എത്ര കിലോമീറ്റർ അകലെ ഇവിടുന്ന്? 4-4.5 കിലോമീറ്റർ അപ്പുറത്ത്. എത്ര ബോഡി ഉണ്ട്? ഒരു ഫുൾ ബോഡിയും കാലില്ല, മറ്റേ 2 പാർട്സുമാണ്, അവയവങ്ങളാണ് കിട്ടിയിട്ടില്ല. ചങ്ങാടത്തെ കയറ്റി കൊണ്ടുവരുന്ന എന്താ സംഭവിച്ച? പെട്ടെന്ന് കൺട്രോൾ നിയന്ത്രണം വിട്ടും മണൽത്തിട്ടായിട്ട് കുത്താൻ കഴിയുന്നില്ല. കയ കുത്താൻ കഴിയായിട്ട് നിയന്ത്രണം വിട്ടുപോയി. അപ്പോൾ അങ്ങനെയായിട്ട് എടുത്ത് ചാടേണ്ടി വന്നു. എല്ലാവർക്കും നീന്തലൊക്കെ അറിയാവുന്ന എല്ലാവർക്കും നീന്തൽ അറിയാവുന്നുണ്ട്. നിങ്ങൾ എത്ര ബോഡി എടുത്തു? 4 ദിവസമായി. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-15ഓളം ബോഡി ഞങ്ങൾ പല ഭാഗത്തുനിന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതെ, പല ടീമുകളും നമ്മളിവിടെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ മാത്രം ഇത്രയും ബോഡി എടുത്തു? അതെ. ഇവിടുന്ന് കരയിന്നുള്ള സഹായം പെട്ടെന്ന് കിട്ടിയില്ല കയറിട്ട്? അതെ, കുറച്ച് ലേറ്റ് ആയിരുന്നുണ്ടെങ്കിലും പിന്നീട് ആളുകൾ കരയിൽ കൂടെ ഓടി വരുന്നു. എവിടേക്കാണ് പോകുന്നത് മനസ്സിലായില്ല. അത് ഈ ഒഴുക്ക് കൂടുതലുമാണ്, വെള്ളം കുറവുമാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒഴുക്ക് കൂടും. അടിഭാഗം മണൽത്തിട്ടകൾ കുറവാണ്, ഇവിടെ മണൽ കുറവാണ്, കല്ലാണ് കൂടുതൽ. അപ്പോൾ ഒഴുക്ക് കൂടും വെള്ളം കുറയുന്നതിനനുസരിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ഈ കൺട്രോൾ വരാത്തത്. ഇത് അവിടുന്ന് ട്രാക്ടറിൽ ബോഡി ഇവിടെ കൊണ്ടുവന്നത് ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ഞങ്ങൾ ഏറ്റിയിട്ടാണ് വന്നത്. പിന്നെയാണ് ട്രാക്ടർ എത്തിയിട്ടുള്ളത്. അതുവരെ നിങ്ങൾ തോളത്ത് ചുവന്നുണ്ടോ? രാവിലെ എത്ര മണിക്ക് പുറപ്പെട്ട ഇവിടുന്ന്? ഞങ്ങൾ ഒരു 9 മണിക്ക് പോയതാണ്. ഫുഡ് വല്ലതും കഴിച്ചോ? ഇല്ല. എന്ത് കഴിക്കാൻ ഒന്നും കഴിച്ചില്ല. ചാടാൻ പെട്ടെന്നൊരു ധൈര്യം കിട്ടിയില്ല വെള്ളത്തിലോട്ട്? അല്ലാണ്ട് എന്ത് ചെയ്യാ, പിടുത്തമിട്ട് പോവല്ലേ, ചാടില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സ്വന്തം ജീവൻ പണയം വെച്ച് ചാലിയാറിലേക്ക് ഇവർ ചാടുകയായിരുന്നു. ചങ്ങാടം കൈവിട്ട് പോകാതെ, കാരണം അത്രയും അകത്തേക്ക് പോയി എടുത്തുകൊണ്ടുവന്ന മൃതദേഹമാണ്. അത് സുരക്ഷിതമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ജീവൻ പണയം വെച്ച് യുവാക്കൾ നാടിന് നന്മയായി മാറിയിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ.